Recording in progress. Am I perfectly? എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തംസ് അപ്പ് വിടുമോ മെസ്സേജിൽ? Perfect. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. So before starting the class, am I audible to all? I think I'm audible to all. If it is audible, കേൾക്കാൻ പറ്റുമെങ്കിൽ ഒരു thumbs up ഇടുക, നമുക്ക് ക്ലാസ് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. Excellent, Rifa. Thank you, Rifa. Thank you. പിന്നെ ബാക്കി ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? Oh my god. Yes, thank you. ബാക്ക്ഗ്രൗണ്ട് വല്ല ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ just leave a message in the chat box. I can see that. Okay. Okay. Yes. And again we are there. നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഞാൻ ചുമ്മാ ഒരു 2 മിനിറ്റ്, ഓക്കെ, 7:32 ആയി. ലാസ്റ്റ് 2 മിനിറ്റ്സിന് 2 മിനിറ്റ് നിങ്ങളുടെ വിലപ്പെട്ട 2 മിനിറ്റ്. ഐ എം സോറി, എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പോൾ ഇന്നലത്തെ സമ്മറി. ഓക്കെ, ഇന്നലത്തെ സമ്മറി എന്ന് നമ്മൾ പഠിച്ചത്. ഇന്നലെ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ച എന്തൊക്കെയാണ് കുട്ടികളെ? നമ്മൾ റൂൾസ് ആണ് പഠിച്ചത് അല്ലേ? ഇൻഡിജേഴ്സിന്റെ അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും റൂൾസ് ആണ്. അപ്പൊ ആദ്യത്തെ റൂൾ നമ്മൾ പഠിച്ചത്, ഒരു പോസിറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് സൈൻ ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ, ഒരു നെഗറ്റീവ് നമ്പറും വേറൊരു നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്താൽ അതും നമുക്ക് നെഗറ്റീവ് ആൻസർ ആണല്ലോ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു. എക്സാമ്പിൾ 2 + 5 നമുക്ക് എല്ലാവർക്കും അറിയാം 7 ആണ്. 2 മാങ്ങ + 5 മാങ്ങ 7 മാങ്ങ അല്ലേ? അതേപോലെ -2 - 5 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? അതെനിക്ക് -5നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -2 എങ്ങനെയാ?
-5, isn't it? Now what is the rule? അത് രണ്ടും ആഡ് ചെയ്യുക, സെയിം സൈൻ ഇടുക. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷന് മുന്നേ ഒരു റൂളും കൂടി നമുക്ക് പഠിക്കേണ്ടത്, വെരി 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 ഇമ്പോർട്ടൻ്റ് റൂൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്താണ്? ടേക്ക് യു നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്ക്, ഒരു പേന, ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ എനിക്ക് വേണ്ടു: ഒരു നോട്ട്ബുക്ക്, ഒരു പേന, പിന്നെ ശ്രദ്ധിക്കുക. കേട്ടോ? ഓക്കെ, ഫോക്കസ്. Now the next important rule, rule number 3: a positive number plus a negative number or a negative number plus a positive number. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യാൻ ഒരേ റൂളാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? മാത്തമാറ്റിക്സിൽ അഡീഷനെ വിളിക്കും, നമ്മുടെ ഇരട്ടപ്പേര് വിളിക്കും. എന്താ? വി കോൾ ഇറ്റ് ആസ് സെപ്പറേറ്റർ. ഓക്കെ, മാത്തമാറ്റിക്സിൽ അഡീഷനെ വിളിക്കുന്ന പേര് സ്കൂളിലൊന്നും പഠിപ്പിച്ച് തരില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂളിലൊന്നും ഇത് പഠിപ്പിച്ച് തരില്ല. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്സ് ലോജിക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ അഡീഷൻ എന്ന് പറയുന്നത്? നമ്മൾ വി കോൾ ഇറ്റ് ആസ് സെപ്പറേറ്റർ. SEPARATOR, സെപ്പറേറ്റർ. ഓക്കെ, എന്തുകൊണ്ട് സെപ്പറേറ്റർ എന്ന് പറയാൻ കാരണം? കണ്ടോ, ഈ അഡീഷൻ, ഈ പ്ലസിനും ഈ മൈനസിനും ആര് ഈ പ്ലസ് സൈൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റല്ലേ? ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ചെയ്യണം. ഓക്കെ, വാട്ട് ഇസ് റൂൾ? subtract and put the subtract and put the sign of greater number. ഇതാണ് റൂള്. അതായത് ഒരു നോർമൽ എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഒരു നോർമൽ എക്സാമ്പിൾ 5 - 2. 5 - 2 എന്താ മക്കളെ? 5 - 2 എന്താ? നമുക്കറിയാം 5 - 2 3 ആണെന്ന് അറിയാം. ശരിക്കും എങ്ങനെ ഈ 3 വരണമെന്ന് അറിയോ? ഓർമ്മയുണ്ടോ? 5 - 2 എങ്ങനെ 3 വരണേ? സിമ്പിൾ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, -2 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? -2 യു ക്യാൻ എക്സ്പ്രസ് ദിസ് വേ. 5 എങ്ങനെയാ? +-2 അല്ലെ? നെഗറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? 5 +-2. മനസ്സിലാവുണ്ടോ? -2 എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 5 +-2. നെഗറ്റീവ് ഡബിൾ ആ, നെഗറ്റീവ് ഇസ് എ ഡബിൾ. സോ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ഡബിൾ പ്രോപ്പർലി, അല്ലെങ്കിൽ പ്രശ്നമാക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 +-2. നോർമൽ സബ്ട്രാക്ഷൻ. നോർമൽ സബ്ട്രാക്ഷൻ എന്താ? 5 - 2 എന്താ? 3 അല്ലേ? 5 - 2 എന്താ? 3. ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. ഗ്രേറ്റർ, ഇയാളാണ് പ്രശ്നക്കാരൻ. ഓക്കെ, പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അപ്പൊ 5ലും 2ലും വിച്ച് ഇസ് ഗ്രേറ്റർ? ഐ റിപ്പീറ്റ്, among 5 and among 2 which is greater? 5 അല്ലേ ഗ്രേറ്റർ? 5 ഗ്രേറ്റർ. 5ന്റെ സൈൻ എന്താ? വാട്ട് ഇസ് സൈൻ ഓഫ് ഗ്രേറ്റർ 5? ഇറ്റ് ഇസ് പ്ലസ്. സോ അങ്ങനെയാണ് നമുക്ക് +3 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. വേറെ ക്വസ്റ്റൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 5 - 2 3 ആ, അപ്പൊ എങ്ങനെയായിരിക്കും? -2 + 5. -2 + 5 എന്താ? ഇതും അതേപോലെ. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളെ ശ്രദ്ധിക്കുക. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ എന്താ? ഓപ്പോസിറ്റ് സൈൻ അല്ലേ? ഇവിടെ നോക്കിയേ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും, രണ്ട് ഓപ്പോസിറ്റ് സൈനാണ് നമ്മൾ ഡീൽ ചെയ്യണം. രണ്ട് ഓപ്പോസിറ്റ് സൈൻ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നോർമൽ സബ്ട്രാക്ഷൻ ചെയ്യുക, എന്നിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടും. ഒരു നെഗറ്റീവും ഒരു പ്ലസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഒരു നെഗറ്റീവ് ഒരു പ്ലസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാ? നോർമൽ സബ്ട്രാക്ഷൻ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. ഇപ്പൊ നോർമൽ സബ്ട്രാക്ഷൻ എന്താ? 5 - 2. 5 - 2 എന്താ? 3. ആൻഡ് ഗ്രേറ്റർ നമ്പർ ഏതാ മക്കളെ? ഗ്രേറ്റർ നമ്പർ എന്താ? 5 അല്ലേ? 5ന്റെ സൈൻ എന്താ? പ്ലസ് ആണ്. അപ്പോൾ +5. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ സാമ്പാറേ അല്ല. ഓക്കെ, സാറേ ഇത് രണ്ടും സെയിം അല്ലേ? അതെ, ഇത് രണ്ടും സെയിം ആണ്. 5 + -2 3 ആണ്. -2 + 5 3 ആണ്. അപ്പോൾ എന്താ നോക്കിയേ, ഇവിടെ ആകെ ഒരേ ഒരു കാര്യമാണ്. എന്താ? 5നെ ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തു, -2നെ ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്താ? ഇന്റർചേഞ്ച് ഹാപ്പൻ. 5നെയും -2നെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. ആ ഒറ്റ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കേട്ടോ? മനസ്സിലായില്ല? ഒന്നുകൂടിയും പറയാം. ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഓക്കെ, ഇപ്പോൾ -7 + 5. -7 + 5. ഓക്കെ അഭിനവ്, I'll explain. Listen, ടെൻഷൻ ആവണ്ട. ഓക്കെ, -7 + 5. -7 + 5 എന്താ? റൂൾ എന്താ? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. വാട്ട് ഈസ് ദ റൂൾ ഹിയർ? എക്സ്ക്യൂസ് മീ, a minute. ഇവിടെ റൂൾ എന്താ? വാട്ട് ഈസ് അവർ റൂൾ? രണ്ട് ഓപ്പോസിറ്റ് സൈൻ, ഒരു മൈനസും ഒരു പ്ലസും അല്ലേ?
സെവൻ്റെ സൈൻ എന്താ? ഇവിടെ നോക്ക്, സെവൻ്റെ സൈൻ എന്താ? മൈനസ്. അതേപോലെ ഫൈവിൻ്റെ സൈൻ എന്താ? ഫൈവിൻ്റെ സൈൻ പ്ലസ് അല്ലേ? അപ്പോൾ ഒരു മൈനസും ഒരു പ്ലസും ഒരുമിച്ച് വരിക. ഒരു മൈനസും ഇവിടെ നോക്ക്, ഒരു മൈനസും ഒരു പ്ലസും ഒരുമിച്ച് വരികയാണെങ്കിൽ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അപ്പോൾ നോർമൽ സബ്ട്രാക്ഷൻ ആര്യാ? ഞാൻ ഇവിടെയാണ് സംസാരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. നോർമൽ സബ്ട്രാക്ഷൻ എന്താ? 7 - 5 അല്ലേ? നോർമൽ സബ്ട്രാക്ഷൻ എന്താ? 7 - 5. അപ്പോൾ 7 - 5 എനിക്ക് 2 എന്നറിയാം. ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. ഗ്രേറ്റർ നമ്പർ ഏതാ മക്കളെ? വിച്ച് ഇസ് ദ ഗ്രേറ്റർ നമ്പർ? 7 അല്ലേ ഗ്രേറ്റർ അല്ലേ? 5-നേക്കാട്ടും ഗ്രേറ്റർ 7 അല്ലേ? അപ്പൊ ഗ്രേറ്റർ 7ന്റെ സൈൻ എന്താ? മൈനസ്. അപ്പോൾ -2 ആവും. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തേ, ഞാൻ പഠിപ്പിച്ചിട്ട്. നോ, ഡോണ്ട് വെറി, ഐ വിൽ ടീച്ച് യു. ഡു നോട്ട് പേടിക്കണ്ട ആരും. ഇനി വേറൊരു എക്സാമ്പിൾ. 5 + -8. 5 + -8. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? 5ന്റെ സൈൻ എന്താ? വാട്ട് ഇസ് ദ സൈൻ ഓഫ് 5? 5ന്റെ സൈൻ എന്താ? ഇവിടെ പ്ലസ് അല്ലേ? അല്ലേ? എപ്പോഴും സൈൻ, ഒരു കാര്യം ഓർക്കുക, എപ്പോഴും സൈൻ മുന്നേ, ആ നമ്പറിന് മുന്നേ ആണ് നമ്മൾ നോക്കുക. സൈൻ എപ്പോഴും നമ്മൾ നമ്പറിന്റെ മുന്നേ ആണ് നോക്കുക. അപ്പോൾ 5ന്റെ മുന്നേ ഏതാ മക്കളെ? പ്ലസ് അല്ലേ? 8ന്റെ മുന്നേ എന്താ മക്കളെ? മൈനസ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈൻ. 5ന്റെ മുന്നേ പ്ലസും 8ന്റെ മുന്നേ മൈനസും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈൻ വരികയാണെങ്കിൽ എന്താ? നോർമൽ സബ്ട്രാക്ഷൻ. ഒരു കാര്യം പറയട്ടെ, മാത്സ് നമുക്ക്, ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കുന്നു, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്നിട്ട് പഠിക്കുന്നു. മാത്സ് എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കലും മാത്സ് ബൈഹാർട്ടായിട്ട് പഠിക്കില്ല. ബൈഹാർട്ടാക്കി പഠിച്ചാൽ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാവും. മാത്സ് പഠിക്കാൻ ഒരു രീതി ഉണ്ട്. ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാണ്ട് വർക്കൗട്ട് ആവത്തില്ല. ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്നിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അല്ലാണ്ട് സോഷ്യൽ സ്റ്റഡീസ് പോലെ ഞാൻ വായിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഇവിടെ നോർമൽ സബ്ട്രാക്ഷൻ എന്താ? നോർമൽ സബ്ട്രാക്ഷൻ 8 - 5 എന്താ? 3 അല്ലേ? ഇപ്പൊ നോർമൽ സബ്ട്രാക്ഷൻ 8ഉം 5 ഉണ്ട്. അപ്പൊ 8 - 5 3. ഇനി എന്താ? ഗ്രേറ്റർ നമ്പർ. യു ഹാവ് ടു ലുക്ക് ഫോർ ഗ്രേറ്റർ നമ്പർ. ഇവിടെ ഗ്രേറ്റർ നമ്പർ ആരാ? 8 അല്ലേ? ഗ്രേറ്റർ നമ്പർ 8ന്റെ സൈൻ എന്താ? മൈനസ്. അപ്പോൾ -3. ഡു നോട്ട് വറി, ഒന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എൻ്റെ ഒപ്പം ചെയ്യാവോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതും, നിങ്ങൾ നോട്ട്ബുക്ക് അത് എഴുതണം കേട്ടോ. ടീക്കെ, പെർഫെക്റ്റ് അല്ലേ? തംസ് അപ്പ് കൊടുക്കൂ. എന്താ ഒരു ആൾക്ക് ഉത്സാഹമില്ലോ? ഓക്കെ ഓക്കെ, ആകെ ഓക്കെ, ശരി, ഗ്രേറ്റ്, എക്സാക്ട്ലി. സോൾവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. -7 + 10. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, -7 + 10. ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 7ന്റെ സൈൻ എന്താ മക്കളെ? 7ന്റെ സൈൻ എന്താ? മൈനസ് ആണ്. 10ന്റെ സൈൻ എന്താ? പ്ലസ് ആണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻ. എവിടെയാണ് ഓപ്പോസിറ്റ് സൈൻ വരുന്നത്? അഡീഷൻ ആണ്. അഡീഷനിൽ ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ എന്താ? സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? 10 - 7. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 - 7 എന്താ? 3. അപ്പോൾ ഞാനിവിടെ 3 എഴുതി. ഇനി എന്താ? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. 7 ആണോ 10 ആണോ ഗ്രേറ്റർ? 10 അല്ലേ ഗ്രേറ്റർ? അപ്പൊ ഗ്രേറ്റർ ആയ 10ന്റെ സൈൻ എന്താ? പ്ലസിന്റെ ഗ്രേറ്റർ ആയ 10ന്റെ സൈൻ എന്താ? 10ന്റെ മുന്നേ നോക്കിയാൽ മതി, പ്ലസ് അല്ലേ? അപ്പോൾ +3 വരും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. -14 + 9. -14. എൻ്റെ ശബ്ദം ഓക്കെ. ഇന്നലെ എല്ലാവരും പറഞ്ഞു സാറിന് കേൾക്കാനില്ല. കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സാറിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തേക്കും ഓക്കെ അല്ലേ? വോളിയം ഒക്കെ നിങ്ങൾ പറയുന്നു, ഞാൻ കേൾക്കുന്നു അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ -14 + 9. -14 + 9 നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈൻ അല്ലേ? രണ്ടും ഓപ്പോസിറ്റാണ്. 14ന്റെ മുന്നേ ഏത് സൈനാണ്? 14ന്റെ മുന്നേ നെഗറ്റീവും 9ന്റെ മുന്നേ പോസിറ്റീവും. 14ന്റെ മുന്നേ നെഗറ്റീവും 9ന്റെ മുന്നേ പോസിറ്റീവും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈനാണ്. രണ്ട് ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കണോ? നോക്കിയിരുന്ന കാര്യം ആൻസർ കിട്ടില്ല. സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കുട്ടികളെ? 14 - 9. 14 - 9, 9 കഴിഞ്ഞാൽ 10, 11, 12, 13, 14. 5 അല്ലേ? വാഹിദ് ഇത്നാൻ തലത്ത് അറബ കംസ. 5 അല്ലേ? അതെ. അപ്പോൾ സാറിന് അറബി അറിയാമോ? എനിക്ക് അറബി അറിയാം കേട്ടോ. ഓക്കെ, സോ 5. ഇനി എന്താ? ഓപ്പോസിറ്റ് ഗ്രേറ്റർ നമ്പർ ഏതാ മക്കളെ? ഗ്രേറ്റർ നമ്പർ ഏതാ? 14. ഗ്രേറ്റർ നമ്പർ ആയ 14ന്റെ സൈൻ എന്താ? മൈനസ്. അപ്പോൾ -5. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. -10 + 20. -10 + 20 that is equal to -10 + 20 എന്താ? ഇവിടെ സൈൻ ശ്രദ്ധിക്കേണ്ടത് എന്താ?
പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണോ കുട്ടികളെ? ആണോ? ആണോ? അല്ലേ? ഓപ്പോസിറ്റ് സൈൻ ആണല്ലോ. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കാൻ പാടില്ല. സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടണം, അല്ലേ? സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടണം. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കുട്ടികളെ? ബോർ അടിക്കണ്ടോ? ആ, ശ്രദ്ധിക്കാം. മാത്സ് ചില സമയത്ത് ബോർ അടിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് ബോർ അടിക്കാത്ത നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് സിനിമ എപ്പോഴും ബോർ അടിക്കാം. സിനിമയിലെ കഥയൊന്നും ഇല്ലെങ്കിലേ മൈൻഡ് വർക്ക് ചെയ്യാത്തപ്പോഴാണ് നമുക്ക് ബോർ അടിക്കാം. പക്ഷെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് വർക്ക് ആവും. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, സത്യസന്ധമായിട്ട് കാര്യം. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആകെ മാത്സിന് മാത്രം നമ്മൾ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. മാത്സിലാണ് നമ്മൾ കൂടുതലും ചിന്തിക്കണേ. ബാക്കി സോഷ്യലൊക്കെ നമ്മൾ എന്താ ബൈഹാർട്ട് പഠിക്കല്ലേ. സയൻസും 10ാം ക്ലാസ് വരെ കൂടുതൽ ബൈഹാർട്ടാണ്. ബാക്കി ലാംഗ്വേജിലും വലിയ ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ ആ ബ്രെയിൻ അവിടെ നിന്ന് പൊടി പിടിച്ച് ഒരു ഉപയോഗം ഇല്ലാണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനുള്ള ക്ലാസ്സാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പഠിയും, അല്ലെങ്കിൽ വെറുതെ സമയം കളയല്ലേ. ഓക്കെ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് മൈനസ് ഓപ്പോസിറ്റ് സൈൻ ആണ്, അല്ലേ? ഓപ്പോസിറ്റ് ഷഹദ +10 കറക്റ്റ് ആണ് കേട്ടോ മോളെ. സോ ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 20 - 10 എത്ര കുട്ടികളെ? 10 അല്ലേ? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. ഗ്രേറ്റർ നമ്പർ ഏതാ? 20. 20 സൈൻ ഓഫ് പോസിറ്റീവ്. അപ്പോൾ +10. ഇനി 4 -15 + 23. ഇതൊന്ന് ചെയ്തേ. -15 + 23. എൻ്റെ ചാറ്റിൻ്റെ ആൻസർ ഇടാമോ? ടപ്പ് 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 കഴിയുന്ന ആൻസർ. ടപ്പ് ടപ്പ്. എവിടെ ആൻസർ? എന്ത് ടപ്പ് ടപ്പ് ആൻസർ? എന്ത് ഒന്നും വന്നിട്ടില്ല ആൻസർ? ആൻസർ എന്ത്? ആൻസർ ഒന്നും വന്നിട്ടില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കും, പെട്ടെന്ന് കണ്ടുപിടിക്കും. പെട്ടെന്നാട്ടെ, പെട്ടെന്ന് കണ്ടുപിടിക്കുക കുട്ടികളെ. ഷാദ മോള് ക്യാൻസർ എഴുതി തന്നു. വേറെ ആരാ? വേറെ റിഫ എനിക്ക് ആൻസർ തന്നു. വേറെ ആരാ? ഇപ്പൊ ഷാദയ്ക്കും റിഫയ്ക്കും ദിയ ഫാത്തിമ നഷ്വ എല്ലാവരും ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു തംസപ്പ്. ഞാൻ +8 എക്സാക്ട്ലി. യോ ഓക്കെ. അപ്പോൾ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. 23 പോസിറ്റീവാ, 15 നെഗറ്റീവാ, അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാ? 23 - 15. 23 - 15 എത്ര കുട്ടികളെ? 8 അല്ലേ? അപ്പോൾ 8 എഴുതി. ആൻഡ് ഗ്രേറ്റർ നമ്പർ ഏതാ മക്കളെ? ഇവിടെ ഗ്രേറ്റർ നമ്പർ ഏതാ? 23 അല്ലേ? 23 സൈൻ എന്താ? +23. അപ്പോൾ +8 വരും. ഇത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ മക്കൾ പറയും, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ചാറ്റ് ബോക്സിൽ വിടുമോ? എന്താ ഓഡിയോ ഓൺ ആക്കുന്നറിയോ? ഓഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ഓഡിയോ ഓൺ ആക്കി പിന്നെ വീട്ടിലെ ശബ്ദമൊക്കെ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായി റിഫയ്ക്ക്. ഓക്കെ ഓക്കെ. അതിൻ്റെ അതിൻ്റെ ലിമിറ്റേഷനുള്ള കൊണ്ടാണ് ഞാൻ ഓഡിയോ ഓൺ ആക്കാത്തത് കേട്ടോ. ഓക്കെ. 2 ക്ലാസ് കഴിയുമ്പോൾ ഓൺ ആക്കാം. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് ചെയ്യാം. തന്നെ ചെയ്ത 5 -14 + 7. 6 -3 + 10. 7 -8 + 9. 8 -7 + 15. 9 -14 + 14. 10. ഷാദ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് തീർച്ചയായിട്ടും തരാം കേട്ടോ. ദെൻ -7 + 5. 11 -15 + 18. 12 -17 + 23. Then 13th one -19 + 14. 14th question -18 + 10. 15th -16 + -13. ശ്രദ്ധിക്കുക 15th question. Okay. Then 16th one -18 + 10. സോൾവ് ചെയ്ത് 10 question 10 സെക്കൻഡേ പാടുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റൻ ശരി അഭിനവ്, തെറ്റാണ് കേട്ടോ. അഭിനവ് കൃഷ്ണ തെറ്റായല്ലോ. ഫസ്റ്റ് ക്വസ്റ്റൻ സൈൻ നോക്കൂ.
റിഫ -7. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതായത് 5th ക്വസ്റ്റ്യൻ -14 + 7. മക്കൾ അത് സബ്ട്രാക്ട് ചെയ്താൽ ചെയ്യുമ്പോൾ എന്താ 14 - 7 എത്രയാ 7. ഗ്രേറ്റർ നമ്പർ ഏതാ 14 അല്ലേ? 14 നെഗറ്റീവ് ആണ്, അപ്പൊ -7 വരും കേട്ടോ. ഓക്കെ സാറ് മാർജിനും ഇല്ല, വർക്കിംഗ് കോളം ഇല്ല. സത്യമാണ്. ഒരു മാത്സ് പേപ്പറിൽ 8 ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയുവോ? പറയാലോ ഷംന. മാത്സിൽ ഏറ്റവും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ പേപ്പറിൽ വേണ്ടത് വർക്കിംഗ് കോളവും മാർജിനാണ് കേട്ടോ. അതില്ലെങ്കിൽ ടീച്ചേഴ്സിന് പല പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടാണ് നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ വരുന്നത്. അത് നിങ്ങൾ വൃത്തിയില്ലാണ്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടും, ടീച്ചേഴ്സ് മാർക്ക് ചെയ്യും കേട്ടോ. സോ ഇനി -3 + 10. -3 + 10 എന്താണ്? അത് ഓപ്പോസിറ്റ് സൈൻ അല്ലേ? അപ്പോൾ എന്താ -3 + 10 രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. ഗ്രേറ്റർ നമ്പർ ഏതാ 10. അപ്പൊ 10 - 3 എത്രയാ 7 +7 വരും കേട്ടോ. ഓക്കെ ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ -8 + 9. -8 + 9 എന്താ? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ പറഞ്ഞാൽ എന്താ 9 - 8 അല്ലേ? 9 - 8 എന്താ 1. ഗ്രേറ്റർ നമ്പർ എന്താ 9. 9 പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? +1 വരും. ഓക്കെ നൗ -7 + 15. -7 + 15 എന്താ? നൗ ദിസ് ക്വസ്റ്റ്യൻ 8th question. Okay, -7 + 15. So what to do? 15 - 7 അല്ലേ? 15 - 7 എന്താ 8. ഓക്കെ ഞാനിവിടെ 8 എഴുതി. ഇനി ഗ്രേറ്റർ നമ്പർ ഏതാ മക്കളെ? വിച്ച് ഇസ് ഗ്രേറ്റ് നമ്പർ? 15 അല്ലേ ഗ്രേറ്റർ. 15ന്റെ സൈൻ എന്താ? പ്ലസ്. അപ്പോൾ +8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ഇനി ഈ ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ. 14 + -14 എന്താ? 14 + -14 എന്താ? അയ്യോ 14 + -14 എന്താ? സബ്ട്രാക്ട് സാധാരണ സബ്ട്രാക്ട് 14 + -14 എന്താണ്? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 14 - 14 എന്താ? അയ്യോ എനിക്ക് ടെൻഷനാണ്. മിഷാൽ പറഞ്ഞു, റിഫ പറഞ്ഞു, എന്തേ ബാക്കി കുട്ടികളൊക്കെ എന്തേ മക്കളെ പഠിക്കാൻ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞേ ഇതൊരു ട്രെയിനാണ്. ഈ ട്രെയിനിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ്. 14th 16th ക്വസ്റ്റ്യൻ സെയിം ആണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ആരും എന്നോട് പറഞ്ഞേ? ഷാദ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി തന്നാണ് കേട്ടോ. ശ്രദ്ധിക്കണ്ട ഷാന. ഓക്കെ ഓക്കെ സാറെ തമാശ പറയല്ലേ എന്നല്ലേ? ഓക്കെ ശരി ശരി. ഓക്കെ സോ 0 വരും അല്ലേ? ഇനി എന്താണ് 10th ക്വസ്റ്റ്യൻ? 10th ക്വസ്റ്റ്യൻ ഈസ് -7 + 5. -7 + 5 എന്താ? സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 - 5 ചെയ്യും. ശ്രദ്ധിക്കാം 7 മൈനസ് ഷാദ കറക്റ്റ് പോലെ കേട്ടോ. 7 - 5 ചെയ്യും. അപ്പോൾ 7 - 5 എന്താ? നമുക്ക് 2 കിട്ടും. ഗ്രേറ്റർ നമ്പർ ഏതാ ഇതിൽ? ഇത് ഗ്രേറ്റർ നമ്പർ ഏതാ? 7 അല്ലേ കുട്ടികളെ? 7ന്റെ ഗ്രേറ്റർ 7ന്റെ സൈൻ ഏതാ? മൈനസ്. അപ്പോൾ നമുക്കിവിടെ -2 വരും. ഓക്കെ ഇനി 11th question. -15 + 18. -15 + 8 എന്താ? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. നമുക്ക് അടുത്ത ദിവസം ടെസ്റ്റ് ഇട്ടല്ലോ. വാട്ട്സ് അഡീഷൻ സബ്ട്രാക്ഷൻ ഒരു 10 മിനിറ്റ് നോക്കാം അല്ലേ? ശരി. -15 ഒന്നുമില്ല, നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുന്നു, ഞാൻ ക്വസ്റ്റ്യൻ ചേരുന്നു. സിമ്പിൾ. യു ആർ യുവർ ഓൺ ടീച്ചർ. ഓക്കെ സോ -15 + 18. -15 + 8 എന്താ? സബ്ട്രാക്ട് 18 - 15 എന്താ? 3 അല്ലേ? എന്നിട്ട് ഗ്രേറ്റർ സൈൻ ഏതാ? ഗ്രേറ്റർ നമ്പർ ഏതാ? 18. 18ന്റെ സൈൻ എന്താ? പ്ലസ്. അപ്പോൾ +3 വരും. ഓക്കെ ഇനി മക്കളെ 12th ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യൻ എത്രയാ? -17 + 23. -17 + 23 എന്താ? 23 - 7. നോർമൽ സബ്ട്രാക്ഷൻ. 15th ഞാൻ ചെയ്യാൻ മോളെ. ഓക്കെ 23 - 17 എന്താ? 8 അല്ലേ? അപ്പോൾ 8 അല്ല 6 ആണ്. ഓ മണ്ടൻ 6 ആണ്. ഗ്രേറ്റർ നമ്പർ ഏതാ കുട്ടികളെ? ഗ്രേറ്റർ നമ്പർ 23. അപ്പോൾ 23ന്റെ സൈൻ എത്രയാ? പ്ലസ്. അപ്പോൾ +6. ഈ പ്ലസ് എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചുമ്മാ 6 ചെയ്താലും കറക്റ്റാ. ഇനി ഷഹദ 15th മനസ്സിലായില്ലേ? 15th എന്താ ഷഹദ? രണ്ടും സെയിം സൈനാ അല്ലേ? രണ്ടും സെയിം സൈൻ വന്ന് എന്താ നമ്മൾ ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ അല്ലേ? അങ്ങനെ പഠിച്ചാണ് കേട്ടോ. സോ 13th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ എന്താ? -19 + 14. -19
മൈനസ് 19 പ്ലസ് 14 എന്താ? മൈനസ് 19 പ്ലസ് 14 പറഞ്ഞാൽ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് -5 -5 -5 -5 ഓക്കെ ഓക്കെ. അതായത് 19 മൈനസ് 14, 19 14 കളഞ്ഞ് എത്ര വരും? 5 അല്ലേ വരിക കംസ. അപ്പൊ 5 ഗ്രേറ്റർ സൈൻ എന്താ? നെഗറ്റീവ്. അപ്പൊ -5 ഓക്കെ. സോ ഇനി 14th question. Yes. 14th question. -18 plus 10. -18 plus 10 എന്താ? റിഫ, നഷ്വ കറക്റ്റ് ആണ് മക്കളെ. ഷാദ കറക്റ്റ് ആണ്. ഫാത്തിമ കറക്റ്റ്. ഫാത്തിമ മോളെ ഒന്ന് തെറ്റിയോ സംശയമുണ്ട്. വിശാലെ സൈൻ എത്ര മോനെ? സൈന് -8. ഫാത്തിമ ഓക്കെ. വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ആൻസർ ഇട്ടോ. ഓക്കെ. ഹന്ന കറക്റ്റാ. അഭിനവ് യോ ബോയ് യെസ് കറക്റ്റ്. ഓക്കെ. സോ നൗ -18 പ്ലസ് എത്ര മക്കളെ? അതായത് -8. ഇനി 15th ക്വസ്റ്റ്യൻ എന്നോട് കുട്ടി ചോദിച്ചു, ഷാദമോൾ ചോദിച്ചു, മനസ്സിലായില്ല. ഇന്നലെ പഠിച്ചോ നമ്മൾ കേട്ടോ. എങ്ങനെയാ? രണ്ട് ഓപ്പോസിറ്റ് സൈൻ അല്ലേ ഇവിടെ നോക്കിയേ. രണ്ടും ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തെറ്റാണ്. -3 അല്ല. രണ്ടും ഓപ്പോസിറ്റ് സൈൻ. രണ്ടും സെയിം സൈൻ. സോറി മണ്ടൻ സോറി. രണ്ടും സെയിം സൈൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇന്നലെ പഠിച്ചാണല്ലോ. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഇത് മൈനസ്. രണ്ടും സെയിം സൈൻ വരുമ്പോൾ എന്ത് ചെയ്യും? ആരൻ പുട്ട് സെയിം സൈൻ അല്ലേ? രണ്ടും സെയിം സൈൻ. യെസ് സബിത മോൾക്ക് മാത്രം കട്ട് കിട്ടും, ബാക്കി എല്ലാം തെറ്റിച്ചു. റോങ്. സബിത മോൾക്ക് മാത്രം കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. ബാഡ്, വെരി ബാഡ്. എങ്ങനെയല്ല പ്രതീക്ഷ എല്ലാവരും പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ -29 അല്ലേ? 16 പ്ലസ് 13 എത്ര? 29. ആൻഡ് പുട്ട് ദ സെയിം സൈൻ -29 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇങ്ങനെ ട്രിക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇനി 16th ക്വസ്റ്റ്യൻ. -18 പ്ലസ് 10. -18 പ്ലസ് 10 എന്താ? -18 പ്ലസ് 10 എന്താ? ഓപ്പോസിറ്റ് സൈൻ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. അപ്പൊ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ അല്ലേ? അപ്പോൾ പറഞ്ഞില്ലേ, കറക്റ്റ് ആക്കണം. -8 വരും. ഓക്കെ. അപ്പോൾ ഒരു ടെസ്റ്റ് എടുത്താലോ? ടെസ്റ്റ് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഡീലാണോ? നമുക്ക് നോക്കാം എത്ര കറക്റ്റ് കിട്ടുന്നുണ്ടെന്ന്. എന്നിട്ട് സത്യസന്ധമായിട്ട് മാർക്ക് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഒരു 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസപ്പ് ഇടും. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണോ? എങ്ങനെയാ? ഓക്കെ തംസപ്പ്. ഓക്കെ. എഴുതിക്കോ. ഇവാലുവേറ്റ്, കണ്ടുപിടിച്ചോളൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. -14 പ്ലസ് 10 പ്ലസ് 3. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു. -14 പ്ലസ് 10. -14 പ്ലസ് 10 എന്താ? രണ്ടും ഓപ്പോസിറ്റ് സൈൻ അല്ലേ? -14 പ്ലസ് 10 രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോൾ -4. പിന്നെ ഇവിടെ നോക്ക് മക്കളെ, ഇവിടെ -4 വരും. ഇനി എന്താ? ഈ +3 ഞാൻ താഴത്തേക്ക് എഴുതി അല്ലേ? ഇനി -4 + 3 എന്താ? ഇവിടെയും രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. കണ്ടോ? -4ഉം +3 രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. അപ്പൊ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അപ്പൊ എന്ത് വരും? 4 - 3 എന്താ? 1. ഗ്രേറ്റർ നമ്പർ ഏതാ? മൈനസ്. തെറ്റിച്ചുണ്ട് നമ്മൾ തെറ്റിച്ചല്ലോ. ഇങ്ങനെയാണ് വരിക. തെറ്റിക്കണം. തെറ്റിച്ചാലേ നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ. എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാം. ശരി. സെക്കൻഡ്. -15 + 3 + -4. ഇത് കണ്ടുപിടിച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും സോൾവ് ചെയ്യും. ഇതിന് ആൻസർ ചെയ്തു എന്നിട്ട് +-4 ചെയ്താൽ മതി. ആദ്യം ഇത് രണ്ട് സോൾവ് ചെയ്യും. എന്നിട്ട് ഇതിന് ആൻസർ ഇവിടെ ചെയ്ത് എന്നിട്ട് +4 ചെയ്താൽ മതി. +-4 ചെയ്താൽ മതി. എത്രയാ? നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എന്താ? -15 + 3. -15 + 3 പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. മൈനസും പ്ലസും ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അപ്പൊ എത്ര മക്കളെ വരും? -12 വരും അല്ലേ? -12. ഇനി എന്താ? -12 - 12
പ്ലസ് മൈനസ് ഫോർ അല്ലേ? ആ പ്ലസ് മൈനസ് ഫോർ താഴത്തേക്ക് ഇടും. എത്ര കിട്ടും? -12 പ്ലസ് -4. രണ്ടും സെയിം സൈനാണ്, രണ്ടും നെഗറ്റീവ് ആണ് അല്ലേ? രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. അയ്യോ, തെറ്റിച്ചു, തെറ്റിച്ചല്ലോ മോളെ. എത്രയാ? -12 പ്ലസ് -4 എത്ര മക്കളെ? -16 അല്ലേ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ, -16. സാറേ എനിക്ക് കിട്ടണില്ലാന്നോ? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, മാത്സ് നമുക്ക് പഠിക്കാം, പഠിക്കത്തുള്ളൂ നമ്മൾ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. -12 പ്ലസ് 10 -5. സോൾവ് ചെയ്ത് മക്കളെ, സോൾവ് ചെയ്യൂ. -7 വരുന്നു ആൻസർ ആയിട്ട്. -7 വരുന്നു. എനിക്ക് -7 ആൻസർ ആയിട്ട് വന്നു. അതല്ലല്ലോ ഫൈനൽ ആൻസർ ആണോ? നോക്കാം. എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. -3 ഹന്ന. -7 -7. So that is equal to, ഇവിടെ നോക്ക്, -12 പ്ലസ് 2, -12 പ്ലസ് രണ്ടും ഓപ്പോസിറ്റ് സൈൻ അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അപ്പോൾ എത്രയാ? 12 - 10 2, ഗ്രേറ്റർ നമ്പർ -12 ഗ്രേറ്റർ ആയതുകൊണ്ട് -2. ഇനി ആരെല്ലാം നമുക്ക് ശ്രദ്ധിക്കുക, ഈ -5 എപ്പോഴും അറിയാം, ഒരു നെഗറ്റീവ് നമ്പർ. ഷഹദ കറക്റ്റ് കേട്ടോ. ഒരു നെഗറ്റീവ് നമ്പർ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പ്ലസ് മൈനസ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -7. Fourth question, -13 -5 plus 14. ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യൂ. -4 സബിത, -4 ആൻസർ പറഞ്ഞു. വേറെ എനിക്ക് ആൻസേഴ്സ് കിട്ടിയില്ല. ഒരു ക്ലൂ തരാം. -5നെ വേണേ മക്കൾക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. അതായത് 13 -5 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? +-5 എന്നിട്ട് +14 ഇങ്ങനെ വേണേ എഴുതാം. എത്രയാ? ഇവിടെ നോക്കി 13 +-5. എന്താ മിഷൽ, എന്ത് പറ്റി? 13 +-5 എന്താ? ഇതിന് ആൻസർ എന്താ? 13 +-5 സബ്ട്രാക്ട്. 13 പോസിറ്റീവും 5 നെഗറ്റീവ് അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ എന്ന് വെച്ചാൽ 13 - 5 8 വരും. ഇനി എന്താ നമുക്കുള്ളത്? ഇനി +14. ആ +14 താഴെ എഴുതുക. അപ്പോൾ 8 + 14 എന്താ? അയ്യോ, ഞാൻ തെറ്റിച്ചു. -13 +-5 അല്ലേ? അപ്പോൾ -18 വരും. -18. സോറി ശാരദ. -18 + 14 എത്രയാ? -18 + 14 എന്താ? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ അല്ലേ? ഗ്രേറ്റർ നമ്പർ ആണ്. ഗ്രേറ്റർ നമ്പർ എത്രയാ? 18. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4. അപ്പോൾ -4. Fifth question, -19 + 10 -14. So that is equal to എത്ര കണ്ടുപിടിക്കും?
ആണോ? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തംസ് അപ്പ് ഇടാവോ? ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തംസ് അപ്പ്. എനിക്ക് കുറച്ച് എനർജി വരും പഠിപ്പിക്കാൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളുടെ റിയാക്ഷൻ കിട്ടാണ്ട് ഞാൻ അങ്ങനെ ബോറടിച്ചിരിക്കല്ലേ. താങ്ക് യു ശിവ. താങ്ക് യു ഫാത്തിമ. അത് 2 പേരുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ചാറ്റിങ്ങിന് പുലികളല്ലേ? ഒരു തംസ് അപ്പ് ഇടാനാണോ പ്രയാസം? ആ, ആകെ ഓക്കെ. താങ്ക് യു. ബാക്കിയുള്ളവർ എന്തേ? ബാക്കിയുള്ള തംസ് അപ്പ് ഇടും, ഒരു എനർജി, ഒരു ഉഷാർ തട്ടെ നമുക്ക് പഠിക്കാൻ.